മനോരമ മന്ത്രി എം.ബി. രാജേഷിനെതിരെ കൊടുത്ത വ്യാജ വാർത്തയിൽ തെളിവടക്കം പൊളിച്ചപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഒരു ഖേദം ഒളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ. മനോരമ പ്രിൻ്റ് ചെയ്യുന്ന ഒരു പിതൃശൂന്യ രീതി നോക്കണേ. ഇന്നലെ എം.ബി. രാജേഷിനെ കുറിച്ച് TRS മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത ഈ നാട്ടിൽ വന്നത് ബ്രുവറി വിഷയവുമായി ബന്ധപ്പെട്ടാണെന്നൊരു കഥ കോൺഗ്രസ്സുകാർക്ക് പാടി നടക്കാൻ, പ്രത്യേകിച്ച് മാസപ്പടി നൽകുന്ന സതീശനും രമേശനും വേണ്ടി ഒരേപോലത്തെ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി വിതരണം ചെയ്ത് അത് പത്രത്തിലൂടെ അടുപ്പിച്ച് വിട്ട് ചാനലിലൂടെ ഇവരെ കൊണ്ട് സംസാരിപ്പിച്ച് ദൃശ്യമാക്കി വൈകിട്ട് അന്തിച്ചർച്ചയിൽ നടത്തിയപ്പോൾ ഇതിനെ സംബന്ധിച്ച് തെളിവടക്കം മന്ത്രി എം.ബി. രാജേഷ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. തെലങ്കാന MLC ആയിട്ടുള്ള കവിത വനിതാ പാർലമെൻറ്റിൽ പങ്കെടുത്തു എന്നായിരുന്നു വ്യാജ നുണ. ആ നുണ ദൃശ്യം സഹിതം പൊളിച്ചപ്പോൾ ഇന്ന് മനോരമ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനാണ് ബഹുരസം. മലയാള മനോരമ എന്ന ക്യാപ്ഷന് താഴെ ആ ചടങ്ങിൽ കവിത വന്നിട്ടില്ലെന്ന് മന്ത്രി രാജേഷ്. അതായത് രാജേഷ് പറയുകയാണ് വന്നിട്ടില്ല എന്ന്, അല്ലാതെ ഞങ്ങൾ കൊടുത്തത് വെറും പച്ച നുണയായിരുന്നെന്നും കവിത ആ പരിപാടിയിൽ പങ്കെടുത്തോ ഇല്ലയോ എന്ന് നിയമസഭാ ഡോക്യുമെൻ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് പരിശോധിക്കാതെ കുറച്ച് ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കട്ടെ, ബ്രുവറിയുമായി ബന്ധപ്പെട്ട് മാസപ്പടി മുടങ്ങുന്നത് എങ്ങനെയും ആൾക്കാരുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഒരു കഥ മെനയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം കൃത്യമായി പൊളിച്ചു എന്ന് ഉറപ്പു വന്നപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്ന രീതി ഒന്ന് നോക്കി. ഇന്നലെ വന്ന വാർത്ത അത് എത്രത്തോളം വലുതായിരുന്നു, എന്നാൽ ആ വാർത്ത തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് ഏറ്റവും താഴത്തെ പാരഗ്രാഫിൽ ഖേദിക്കുന്നു എന്ന് അവസാന വാക്കായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇത് മുഴുവൻ വായിക്കുന്നവർ മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾ ഇന്നലെ കൊടുത്ത വ്യാജ വാർത്തയ്ക്ക് ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ആ പാരഗ്രാഫ് ഇങ്ങനെയാണ്: രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ തെലങ്കാന MLC ആയ കവിത പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പങ്കെടുത്തില്ല. കവിത പങ്കെടുത്തുവെന്ന് തെറ്റായി ചേർക്കാനിടയായതിൽ ഖേദിക്കുന്നു. തെറ്റായി ചേർക്കാനിടയായത്രേ. ആ പത്രാധിപർ വെറുതെ എന്തിനാണ് സൃഷ്ടിച്ച ആളെ പറയിപ്പിക്കുന്നതെന്നേ ചോദിക്കാനുള്ളൂ. എന്ത് തന്തയില്ലായ്മത്തനോ ഇതുപോലെ എഴുതിവിട്ടതിന് ശേഷം അച്ചടിപ്പിശകാണ്, അങ്ങനെ വന്നതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ വായിച്ച് ഇന്നത്തെ പത്രം അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ കിടക്കുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് മാസപ്പടി തന്നവർക്ക് ഒരു ഗുണമാണ്, ഒരു ആനുകൂല്യമാണ്. അത് ഈ നാട്ടിലെല്ലാം കാടടിച്ചവർ ഈ കള്ളം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കട്ടെ, അത് നമ്മുടെ പക്ഷം ഈ ഖേദത്തിലൂടെ അങ്ങ് ഊരിപ്പോകാമെന്നുള്ള തന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പണ്ട് കാലഘട്ടത്തിൽ ഇങ്ങനെ പോലും ചെയ്യാതെ ആ വ്യാജ വാർത്തയെക്കുറിച്ച് പിന്നീട് ഒരക്ഷരം ഉരിയാടാത്തവർ ഇന്നിപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ ആയിരുന്നാലും ശരി മന്ത്രി സത്യം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചപ്പോൾ ജനങ്ങളത് വായിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ മനോരമ എഴുതിക്കൂട്ടിയ ആ പിതൃശൂന്യത എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ബ്രുവറി വന്നു കഴിഞ്ഞാൽ അതിലൂടെ നഷ്ടം വരുന്നത് മനോരമയുടെ മാനേജ്മെൻറ്റിനും സതീശനും കോൺഗ്രസിനും ചെന്നിത്തലയ്ക്കുമാണ്. മാസപ്പടി സ്പിരിറ്റ് മുതലാളിമാരിൽ നിന്ന് കിട്ടാതാകുമെന്നൊരു അവസ്ഥയിലെത്തും. അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതി ഈ നാട്ടിൽ നടപ്പാക്കാൻ പോകുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം തന്നെ ഈ നാടിന് വിനിയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പദ്ധതിയെ നമ്മൾ എങ്ങനെയും മുടക്കുക എന്നുള്ള അവരുടെ ഹിഡൻ അജണ്ടയാണ് പൊളിഞ്ഞിരിക്കുന്നത്. മനോരമയും കോൺഗ്രസ്സുകാരും ചേർന്ന് ഈ നാട്ടിൽ സർക്കാരിനെതിരെ സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകൾക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് എം.ബി. രാജേഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അഴിമതിയുടെ ചാപ്പ കുത്താൻ വേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി ഇവർ പേന ഉന്തുന്നത്. അതിനുവേണ്ടി കരുക്കൾ നീക്കുന്നത് കോൺഗ്രസ്സുകാരും അധികാര കസേരയിൽ എത്തിക്കാൻ വേണ്ടി എന്ത് നെറികേടും വാർത്ത എന്ന പേരിൽ അച്ചടിച്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ഒളിപ്പിച്ചു വിടുന്നൊരു ഖേദത്തിലൂടെ തടിയൂരുന്ന പരിപാടി, അതിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ മന്ത്രി തയ്യാറാകരുതെന്നാണ് പറയാനുള്ളത്. കാര്യം നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിനെ ആ രീതിയിൽ നേരിട്ടാൽ മാത്രമേ അത്തരം വ്യാജ വാർത്തകൾ ആൾക്കാരുടെ മുന്നിലേക്ക് മാധ്യമപ്രവർത്തനം എന്ന പേരിൽ എഴുതി പടപ്പിച്ച് വിടുമ്പോൾ അത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഖേദത്തിൽ സംതൃപ്തനാകാതെ അതിനെ സംബന്ധിച്ചുള്ള നിയമ പോരാട്ടം ആരംഭിക്കണമെന്നാണ് മന്ത്രി എം.ബി. രാജേഷിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.